ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് 74. നമ്മൾ 13ാമത്തെ അധ്യായമായിട്ട് നമ്മളിന്ന് നോക്കുന്നത് 51 മുതൽ 58 വരെയുള്ള മന്ത്രങ്ങളാണ്. ഇതിൽ ദേവതകൾ പലതായതുകൊണ്ട് നമുക്ക് ഓരോന്നിനെ പറ്റി നോക്കാം. ഒന്നിലെ ആദ്യം 51 മന്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഈശ്വരൻ്റെ ഒരു ശക്തി കൊണ്ടാണ് നമ്മുടെ ആത്മാവിന് ബലം ലഭിക്കുന്നത്. ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പ്ലാന് നമ്മൾ ആക്ട് ചെയ്യുന്നുണ്ട് ഹൃദയത്തിലൂടെ. ആ പ്ലാനിനാണ് ആത്മാവ്, ജീവാത്മാവ് എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ ആക്ടിവേറ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു സോഫ്റ്റ്വെയർ വേണം. അതാണ് അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ ശരീരം ഒരു ഹാർഡ്വെയറാണ്, കമ്പ്യൂട്ടറാണ്. അതിൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരു പ്ലാന് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത്. ആ പ്ലാനിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ഈ ജീവാത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്നതാകട്ടെ, ഒരു കമ്പ്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്ലാനാണെങ്കിലും അതിൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിലും പുറത്തുനിന്ന് നമ്മളാണ് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. പുറത്തുനിന്ന് നമ്മൾ പറയുന്നതനുസരിച്ചാണ് ആ സോഫ്റ്റ്വെയറും വർക്ക് ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത്. അതുപോലെ നമ്മിലെ ജീവാത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു പ്ലാൻ വിശേഷം പുറത്തുണ്ട്. അത് സൗരയൂഥ സിസ്റ്റം എല്ലായിട്ട് ബന്ധപ്പെട്ട് ആക്ട് ചെയ്യുന്നത്. അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ ആക്ടിവേറ്റ് ചെയ്യാൻ പുറത്തൊരു ശക്തി വിശേഷം വേണം. അതിനാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ പ്രപഞ്ചമുണ്ടാകുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു ശക്തി വിശേഷം വേണം. പ്രപഞ്ചം ഉണ്ടാകുന്നതിന് ഒരു പ്ലാന് വേണം. പ്ലാൻ അനുസരിച്ചാണ് പ്രപഞ്ചം ഉണ്ടാകുന്നത്. ആ പ്ലാനിന് മുമ്പിൽ ഒരു പ്രേരക ശക്തിയുണ്ട്. ആ പ്രേരക ശക്തിയാണ് ഈശ്വരൻ. അപ്പോൾ നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു ശക്തി ഉള്ളത്, അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? ഈശ്വരൻ ഉണ്ടായിരുന്നു എന്ന്, സൃഷ്ടിക്ക് മുമ്പിൽ ഒരു ഈശ്വരൻ എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു. ഇന്നത്തെ നിലയിൽ പറയുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ വേണം. അതൊരു പ്ലാനാണ്, പ്ലാൻ തന്നെയാണ്, ഒരു പ്രോഗ്രാമാണ്. അതേപോലെ നമ്മളെ ശരീരം ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. ഹൃദയത്തിൽ നിന്നാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തൊരു ശക്തിയുണ്ട്. അതുപോലെ പ്രപഞ്ചം ഉണ്ടാകണമെങ്കിലും അവിടെ ഒരു പ്ലാൻ ഉണ്ട്. അതിനാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പ്ലാനിൻ്റെ പിന്നിൽ പ്രേരിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് ഈശ്വരൻ. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചുകൊണ്ട് അത് മനസ്സിലാക്കണം. അപ്പോൾ ആ ശക്തി വിശേഷമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് മനസ്സിലാക്കണം. ആ വിധത്തിൽ ജ്ഞാനത്തെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞവൻ്റെ ആത്മാവ് ദിവ്യമായിത്തീരുന്നു. അപ്പോഴാണ് അവൻ്റെ ബുദ്ധി, ശരിയായ ഞാനെന്ന ആ വ്യക്തിയുടെ ആത്മാവ് ഉയർന്ന നിലയിലേക്ക് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്വാൻമാർ ഉന്നതിയിലെത്തുന്നത്. ആ സത്യം തിരിച്ചറിയുമ്പോഴാണ് അങ്ങനെ ശാസ്ത്രീയമായി വിഷയങ്ങളെ സമീപിച്ചിട്ട് പോകുന്ന വിദ്വാൻമാരാണ് ഉന്നതിയിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മളും ആ ശക്തി വിശേഷത്തെ മനസ്സിലാക്കി നമ്മളെ ശരീരത്തെ നമ്മളും ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മളും വളരെ ശക്തിമാനായിട്ട് മുന്നോട്ടേക്ക് പോകുക. ഇനി 52 അഗ്നി യുവത്വം നിറഞ്ഞവനാണ്. അഗ്നി എപ്പോഴും യുവാവാണ്. അതിന് വയസ്സും ആവില്ല, ചെറുപ്പവുമില്ല. അഗ്നി എപ്പോഴും ഒരേ നിലയിൽ യുവാവിനെ പോലെ വളരെ ആക്റ്റീവാണ്. ആഹ്ലാദം തികഞ്ഞ വ്യക്തി, അതായത് എപ്പോഴാണ് നമ്മളെ ആഗ്രഹങ്ങൾ സാധിക്കുമ്പോഴാണ് നമ്മൾ ആഹ്ലാദമുള്ളവരായി തീരുന്നത്. ആഗ്രഹങ്ങൾ സാധിക്കണ്ടെങ്കിൽ അധ്വാനിച്ചേ പറ്റൂ. അധ്വാനിക്കണ്ടെങ്കിൽ അഗ്നി ഉണ്ടായേ പറ്റൂ. അവരാണ് വസ്തുതകളെയെല്ലാം രക്ഷിക്കുന്നത്.
വസ്തുതകളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കർമ്മം ചെയ്തിട്ട് നമ്മുടെ പ്രതിബന്ധങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനെ തട്ടി മാറ്റിയിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ് വസ്തുതകളെയെല്ലാം രക്ഷിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് അതിനെതിരായിട്ടുള്ള തടസ്സങ്ങളെ മാറ്റിപ്പോകണം. അതാണ് രക്ഷ. അതിന് അഗ്നിയെ ആശ്രയിച്ചേ പറ്റൂ, ഊർജമുണ്ടായേ പറ്റൂ. എന്തിന്? കർമ്മം ചെയ്യാൻ. അതിന് എന്ത് വേണം? നമ്മൾ കർമ്മം ചെയ്തേ പറ്റൂ. അതിന് സൂക്തങ്ങൾ സ്വീകരിക്കുക. സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, സയൻസ് തത്വങ്ങൾ, മോഡേൺ സയൻസിലെ തത്വങ്ങൾ, ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക. അഗ്നി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യുക. അങ്ങനെയുള്ള നിന്റെ ജ്ഞാനശക്തിയാൽ ജനങ്ങൾ രക്ഷിക്കപ്പെടട്ടെ. അങ്ങനെ ഉയർന്ന ചിന്താഗതിയിൽ ചിന്തിക്കുന്ന മനുഷ്യർ, ശാസ്ത്രജ്ഞന്മാർ, അവരിലൂടെയാണ് ജനം രക്ഷപ്പെടുന്നത്. ഒരു കൊറോണയെല്ലാം വരുമ്പോൾ ശാസ്ത്രജ്ഞന്മാരാണ് ചിന്തിച്ചിട്ട് മരുന്ന് കണ്ടുപിടിക്കുന്നത്. അതിലൂടെയാണ് ജനങ്ങൾ രക്ഷപ്പെടുന്നത്. അപ്പം ശാസ്ത്രത്തെ പറ്റി ചിന്തിക്കുക. അതിനുള്ള ശാസ്ത്രജ്ഞന്മാർ വേണം. അവരുടെ യജ്ഞത്തിലൂടെയാണ് ജനം രക്ഷപ്പെടുന്നത്. അവർ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു. അത് മാത്രം പോരാ, അവരെന്ത് വേണം? അഗ്നി ഉപയോഗിച്ചിട്ട് യജ്ഞങ്ങൾ ചെയ്യുകയും വേണം. ഇനി 53 ഇവിടെ ഈ പ്രപഞ്ചശക്തി പറയുന്നതായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താണ്? ഞാൻ മനുഷ്യർക്ക് വേണ്ടി വായുവിനെ പറ്റിയുള്ള, ചലിക്കുന്ന വായുവിനെ പറ്റിയുള്ള അറിവ് നൽകുന്നു. അതായത് നമ്മൾ എന്തെല്ലാം ജ്ഞാനം നേടണമെന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പം മനുഷ്യര് വായുവിനെ പറ്റി പഠിക്കണം. പിന്നെയോ ഞാൻ മനുഷ്യർക്ക് വേണ്ടി ഔഷധങ്ങളെക്കുറിച്ചുള്ള അറിവ് നൽകി. നമ്മളെ രോഗങ്ങളെല്ലാം വരുമ്പോൾ മാറ്റാനുള്ള ഔഷധങ്ങളെപ്പറ്റി പഠിക്കണം. ഞാൻ തന്നെയാണ് ജലത്തിൻ്റെ ദ്രവഗുണത്തെപ്പറ്റി കുറിച്ചും മേഘങ്ങളെക്കുറിച്ചും എല്ലാം പഠിപ്പിച്ചത്. അപ്പം ജലത്തെ പറ്റി പഠിക്കണം. ജലം എങ്ങനെയാണ് ഭൂമിയിലെപ്പോഴും നിലനിൽക്കുന്നത്? ഇവിടുത്തെ ചൂട് കൊണ്ട് വെള്ളം മുകളിൽ പോകും. പക്ഷേ ഒരു പ്രത്യേക സീസൺസ് കൊണ്ട് അത് ആകാശത്ത് കിടന്നിട്ട് മഴയായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ തിരിച്ചു വരുന്നത് കൊണ്ടാണ് ഭൂമിയിൽ ജലമുള്ളത്. അല്ലെങ്കിൽ എല്ലാം അങ്ങ് പോകുമായിരുന്നു. അപ്പം അതിനെപ്പറ്റിയുള്ള ജ്ഞാനം ഞാൻ തന്നിട്ടുണ്ട്. ഗൃഹ അലങ്കാരങ്ങളെപ്പറ്റി, വീടുകളെങ്ങനെ അലങ്കരിക്കണം, എങ്ങനെ നല്ല നല്ല വീടുകൾ ഉണ്ടാക്കണം, എങ്ങനെ വീട്ടിൽ അലങ്കരിക്കണം, ഇത്തരം കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ശബ്ദശ്രോത വ്യത്യാസങ്ങളെക്കുറിച്ചും ശബ്ദങ്ങളെക്കുറിച്ച് അതിൻ്റെ വ്യത്യാസങ്ങൾ, ശബ്ദത്തിൽ നിന്നുണ്ട് വ്യത്യാസമുണ്ട്, ഉയർച്ച താഴ്ചകളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ശബ്ദം ഉണ്ടാകുന്നത്. അല്ല ഒരേ സൗണ്ടാണെങ്കിൽ ഒരേ ഫ്രീക്വൻസിയിൽ അങ്ങ് പോകും. ഇത് ശബ്ദത്തിൽ വ്യത്യാസങ്ങളുണ്ട്, തരംഗ വ്യത്യാസമുണ്ട്. പ്രകാശം തന്നെ പലതരം പ്രകാശലോകങ്ങളുണ്ട്. തരംഗ വ്യത്യാസത്തിനനുസരിച്ച് പല നിറത്തിലുള്ള പല റേസുകളുണ്ട്. അതിനെപ്പറ്റിയെല്ലാം അന്തരീക്ഷത്തെക്കുറിച്ച്, അന്തരീക്ഷം എന്താണെന്നെല്ലാം, അവിടെയുള്ള ജലത്തെക്കുറിച്ച്, സാഗരത്തെക്കുറിച്ച്, സമുദ്രത്തെക്കുറിച്ച് എല്ലാം ഞാൻ അറിവ് നൽകിയിട്ടുണ്ട്. നമ്മൾ ആ അറിവെല്ലാം നേടണം. ജലത്തിൻ്റെ പോഷണത്തെക്കുറിച്ച്, ജലത്തിൻ്റെ അത്യാവശ്യമായ അത് നമ്മളെ പോഷിപ്പിക്കുന്നുണ്ട്. ജലമില്ലാതെ മനുഷ്യർക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതിനെപ്പറ്റി ഗായത്രി മന്ത്രങ്ങളെ, ത്രിഷ്ടൂപ്, ജഗതി മുതലായ അനുഷ്ടൂപ് ഛന്ദസ്സുകളെ പറ്റിയെല്ലാം അറിവ് നൽകുന്നതും ഞാനാണ്. അപ്പം നമ്മൾ എന്തിനെപ്പറ്റി പറ്റണം? വേദത്തിലാണ് സയൻസ് മുഴുവനുള്ളത്. പക്ഷെ അതിനെ തിരിച്ചറിയേണ്ടെങ്കിൽ ഛന്ദസ്സുകളെ പറ്റി, അതായത് ഗായത്രി ഛന്ദസ് ഉണ്ട്, ത്രിഷ്ടൂപ് ഛന്ദസ് എന്താണ്, അനുഷ്ടൂപ് ഛന്ദസ് എന്താണ് എന്നെല്ലാം നമ്മൾ ശാസ്ത്രീയമായിട്ട് ജ്ഞാനം നേടണം എന്നതാണ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ഇനി 54 ഇതിൽ പറയുന്നത് അഗ്നി വളരെ പ്രാചീനനാണ്. പ്രപഞ്ചം ഉണ്ടാകുന്ന സമയത്ത് കൊണ്ട് തന്നെ അഗ്നിയുണ്ട്. അഗ്നിയിലൂടെയാണ് ഈ പ്രപഞ്ചം, ഊർജമാണ് ദ്രവ്യമായി മാറിയത്. അഗ്നിയിലൂടെയാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. പ്രാണൻ നിലനിൽക്കുന്നത് ആ അഗ്നിയുടെ അനുഗ്രഹം കൊണ്ടാണ്. പ്രാണൻ നിലനിൽക്കുന്നത്, നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത് അഗ്നി തന്നെയാണ്. പ്രാണന് പല അർത്ഥങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിലെ നാഡികളിലൂടെ പോകുന്ന പ്രവാഹങ്ങൾ, സിഗ്നൽ സിസ്റ്റംസ്, ശ്വാസം കഴിക്കണ്ടിക്ക് ആ സിഗ്നൽ സിസ്റ്റം എനർജിയാണ്.
ശ്വാസം കഴിക്കണ്ടിക്ക് വലിക്കുകയും പിടിയും വേണം, അതിന് ഊർജം വേണം, ശക്തി വേണം. ആ ശക്തിയും എന്താണ്? അഗ്നിയാണ്. പിന്നെന്ത്? നമ്മളെ ജീവൻ നിലനിർക്കണ്ടിക്ക് നമ്മുടെ ശരീരത്തിന് ഒരു പ്രത്യേക ചൂട് വേണം. ആ ചൂട് നിലനിർത്തുന്നതും അഗ്നിയാണ്. അതുകൊണ്ട് അഗ്നി തന്നെയാണ് ജീവന്റെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ജീവനെ നിലനിർത്തുന്നത് അഗ്നി തന്നെയാണ്. വസന്ത പ്രാണന്റെ ഉൽപ്പന്നവും, പ്രാണൻ എന്ന് പറഞ്ഞാല് വായു എന്ന അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ സീസൺസ് എല്ലാം ഉണ്ടാകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വസന്ത ഹൃദയം ഗായത്രി ഛന്ദസ്സിലൂടെയാണ്. അപ്പം ഈ പ്രപഞ്ചവും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഗായത്രി ഛന്ദസ്സിലൂടെ, അതായത് നമ്മുടെ ജീവിതം, വസന്തകാലം, നമ്മുടെ ജീവിതം, ഇതെല്ലാം ഗായത്രി ഛന്ദസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. ഗായത്രി ഛന്ദസ്സിൽ നിന്നാണ് ഗായത്രി മന്ത്രം ഉണ്ടായത്. ഗായത്രി ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഇന്ന തരത്തിൽ ഇന്ന വിഷയങ്ങൾ വേദങ്ങളിൽ ഗായത്രി ഛന്ദസ്സിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന വിഷയങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഗായത്രിയായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന ലോകവുമായിട്ട് ബന്ധം. കാരണം 14 ലോകങ്ങളുണ്ട്, ഇതിലൊന്നും നമ്മൾ ജീവിക്കുന്നില്ല. നമ്മൾ സൂര്യനും മറ്റുള്ള ഗ്രഹങ്ങളും ആ ഒരു പരിധിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഗായത്രി ഛന്ദസ് കാണണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേദങ്ങളിൽ ഗായത്രി മന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം വേദത്തിൽ ഏതെങ്കിലും മന്ത്രം ഗായത്രിയാണെന്ന് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണം അത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലാത്ത ആസ്ട്രോണമിയൊന്നും പറ്റി ഉള്ളയല്ല. പ്രാർത്ഥനാപരമായ ധ്യാനത്തിൽ നിന്നാണ് ഗായത്രി ഉണ്ടായത്. അപ്പം അതിലൂടെയാണ് നമ്മൾ ബുദ്ധിശക്തി, ആ മന്ത്രങ്ങളെല്ലാം ചിന്തിച്ചിട്ട് എഴുതി വെച്ചതാണ്. എന്തിനു വേണ്ടി? നമ്മൾ കർമ്മം ചെയ്യാൻ വേണ്ടി. ആ ചിന്തിച്ചു വെച്ച മന്ത്രങ്ങൾ സയൻസ് മന്ത്രങ്ങളാണ്, അല്ലെ ശാസ്ത്ര തത്വങ്ങളാണ്. അത് ഗായത്രിയിലാണ് ഉള്ളത്. കർമ്മചോദനക്ക് ഈ മന്ത്രങ്ങൾ ആവശ്യമാണ്. നമ്മൾ കർമ്മം ചെയ്യുവാൻ എന്ത് വേണം? സയൻസ് വേണം. അതിനെന്ത് മന്ത്രങ്ങളാണ് വേണ്ടത്? ഗായത്രി മന്ത്രങ്ങളാണ് വേണ്ടത്. ഗായത്രി മന്ത്രമാണ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങളെ പറ്റി പറയുന്നത്. അതുകൊണ്ട് കർമ്മത്തെ പ്രേരിപ്പിക്കാനാണ് ഈ മന്ത്രങ്ങൾ. അതിൽ നിന്നാണ് ജ്ഞാനവും കർമ്മവും ഉപാസനയും എല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഗായത്രി മന്ത്രത്തിലൂടെയാണ് നമ്മളെ കർമ്മങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. അല്ലാതെ മരുത്തുക്കൾ അവിടെ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതൊന്നും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതല്ല അവർ ചെയ്തോളൂ. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ ഗായത്രി മന്ത്രത്തിലൂടെ, അതായത് നമ്മൾ ചെയ്യുന്നതെല്ലാം സയൻസിലൂടെയാണ്, മോഡേൺ സയൻസിലൂടെയാണ്. വേദത്തിലുള്ള മോഡേൺ സയൻസുകളെല്ലാം എഴുതിയിരിക്കുന്നത് ഗായത്രി ഛന്ദസ്സിലാണ്. അതുകൊണ്ട് അത്തരം മന്ത്രങ്ങളെ ഗായത്രി മന്ത്രങ്ങൾ എന്ന് പറയും. അങ്ങനെയാണ് നമുക്ക് മോക്ഷം ലഭിക്കുന്നത്. നമുക്ക് എല്ലാ സൗഭാഗ്യം കിട്ടുന്നത്, നമ്മുടെ കഷ്ടപ്പാടെല്ലാം ദൂരീകരിച്ച് മോക്ഷം ലഭിക്കുന്നത് ഈ ഗായത്രി മന്ത്രങ്ങളിലൂടെയാണ്. അത് വിദ്വാൻമാരതുകൊണ്ട് അതിനെ പ്രാണനെ പോലെ കാണുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പ്രാണൻ, നമ്മുടെ ജീവനെ നിലനിർത്തുന്ന പ്രാണന് സമാനമായിട്ട് ഗായത്രി മന്ത്രത്തെ അതുകൊണ്ടാണ് കാണുന്നത്. അത് നേരത്തെ തന്നെ പറഞ്ഞു, ഇതെല്ലാം പ്രാണൻ നിലനിൽക്കുന്ന പ്രാണനെയും ബന്ധിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പ്രാണന്റെ വസന്തം പ്രാണന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം വസന്തകാലം പോലെ നല്ല ഒരു അവസ്ഥയിലെത്തേണ്ടെങ്കിൽ ഗായത്രി മന്ത്രങ്ങളെ ആശ്രയിക്കുന്നു. അഗ്നിയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സന്തത സന്തത പരമ്പരകൾ ഉണ്ടാകും. അഗ്നിയുടെ സഹായത്താൽ. അപ്പം നമ്മൾ മന്ത്രങ്ങൾ പഠിച്ചിട്ട് അപ്പോൾ വെറുതെ ചൊല്ലിക്കൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ല. അഗ്നി ഉപയോഗിച്ചിട്ട് എന്ത് വേണം? ഊർജം ഉപയോഗിച്ചിട്ട് ആ മന്ത്രത്തിൽ പറയുന്ന ശാസ്ത്രീയ തത്വങ്ങൾ നമ്മൾ നടപ്പിലാക്കണം. നടപ്പിലാക്കുമ്പോഴാണ് നമ്മൾ സന്തത പരമ്പരകൾ ഉണ്ടാകുന്നതെന്നാൽ നമ്മളെ വംശം അങ്ങനെ ശ്രേഷ്ഠമായിട്ട് മുന്നോട്ടേക്ക് പോകും. ഇനി 55 ചലനാത്മകമായ വായു. വായു എന്ന് പറഞ്ഞാൽ നാഡികളിലൂടെ പ്രവഹിക്കുന്ന സിഗ്നലുമെല്ലാം വായു തന്നെയാണ്. വായു മൂർധാവിൽ നിന്ന് നമ്മളെ ഏറ്റവും താഴെയുള്ള കുണ്ടലിനിയുടെ അറ്റത്തു നിന്നാണ് ആ ഒരു നെർവസ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ താഴെയാണ് അതുള്ളത്. അപ്പം വായു
തെക്കൻ ദിക്കിൽ വിശ്വകർമാവായി നിലകൊള്ളുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ തെക്കാണ് വിശ്വകർമാവ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുക, പ്രപഞ്ചത്തിലുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്ന വിശ്വകർമാവ്, വിശ്വത്തിൻ്റെ എഞ്ചിനീയർ ഉള്ളത്. ഇതാണ് എല്ലാ കർമ്മത്തിൻ്റെയും അടിസ്ഥാനം. അങ്ങനെ നമ്മുടെ തെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുണ്ടലിനിയുടെ താഴെയാണ് ഒരു ബാറ്ററി എന്ന് പറയുമ്പോൾ ബാറ്ററിക്ക് മുകളിൽ പോസിറ്റീവ്, താഴത്ത് നെഗറ്റീവ്. ഈ താഴത്തെ ദക്ഷിണത്തിൽ നിന്നാണ് വൈദ്യുതി മുകളിലേക്ക് ഒഴുകുന്നത്. അതുപോലെ നമ്മളെ നാഡീ സിസ്റ്റത്തിൽ പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് കുണ്ടലിനിയുടെ അറ്റത്തുമാണ്. അവിടെ നിന്നാണ് സൃഷ്ടികർമ്മത്തിൻ്റെ എല്ലാം പ്രേരണകൾ, നാഡികളിലൂടെ വായുപ്രവാഹമെല്ലാം സഞ്ചരിക്കുന്നത്. അതാണ് അതിൻ്റെ അടിസ്ഥാനം. അതിലൂടെയാണ് കർമ്മവും മനസ്സിൻ്റെ ചൈതന്യവും സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ കുണ്ടലിനിയുടെ അടിയിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ നമ്മളെ ഹൃദയത്തിലെത്തിയിട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ ബുദ്ധി പ്രവർത്തിക്കുന്നതും മനസ്സ് പ്രവർത്തിക്കുന്നതും ജ്ഞാനെന്ന ചിന്തയുണ്ടാകുന്നതും നമ്മൾ കർമ്മത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നതും. തീവ്രമായ മനസ്സിൻ്റെ താപത്തിൽ നിന്നാണ് ഉഗ്രവേദന ഉണ്ടാകുന്നത്. ആ മനസ്സ് അങ്ങനെ ഉണ്ടാകുമ്പോൾ, തീവ്രമായ ചിന്തയുണ്ടാകുമ്പോൾ, മനസ്സിൽ തീവ്രമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഉഗ്രവേദന ഉണ്ടാകുന്നു. നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. മനസ്സ് ശാന്തമാണെങ്കിൽ ശരീരം ശാന്തമാണ്. ഈ സിഗ്നൽ സിസ്റ്റം മനസ്സിനെ വളരെയധികം തപിപ്പിക്കുമ്പോൾ നമുക്ക് ഉഗ്രമായ വേദന ഉണ്ടാകും. ഉഗ്രമായ എന്തെങ്കിലും എല്ലാം ചെയ്യാനുള്ള തോന്നലെല്ലാം ഉണ്ടാകും. ഈ താപത്തിൻ്റെ ഛന്ദസ് തൃഷ്ടൂപാണ്. തൃഷ്ടൂപ് ഛന്ദസ്സിലൂടെയാണ് യജ്ഞങ്ങൾ നടക്കുന്നത്. യജ്ഞങ്ങൾ നടക്കുന്ന തൃഷ്ടൂപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ 3 ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇതിൽ കൂടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും രാസപ്രവർത്തനങ്ങളും ക്രമീകരിച്ചിട്ടുള്ളത്. കെമിസ്ട്രി. അപ്പോൾ ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രിയുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ് തൃഷ്ടൂപ് ഛന്ദസ്. നമ്മുടെ ശരീരത്തിൽ നാഡീ സിസ്റ്റങ്ങളിൽ നടക്കുന്ന എല്ലാ രാസപ്രവർത്തനങ്ങളുടെയും പിന്നിൽ ഈ തൃഷ്ടൂപ് ഛന്ദസ്സാണ് ഉള്ളത്. കെമിസ്ട്രിയാണ്. നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ വലിയൊരു രസതന്ത്രശാലയാണ്. ഈ സിഗ്നലെല്ലാം ഉണ്ടാകുന്നത് നമുക്കറിയാലോ. ചില ഗ്രന്ഥികളുടെ അമിത പ്രവർത്തനം കൊണ്ട് പലതരം രോഗങ്ങൾ, വികാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി, അതെല്ലാം ചില പ്രത്യേകതര രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിൻ്റെ അളവ് കൂടുമ്പോഴാണ്, കൂടിയും കുറയുകയെല്ലാം ചെയ്യുമ്പോഴാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മുടെ ചിന്തകളിലും പലതരം ലൈംഗിക ഗ്രന്ഥികളുണ്ട്. ഇതെല്ലാം രാസവസ്തുക്കളാണ്. ഭയങ്കരം ശാസ്ത്രലോകം തന്നെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെറിയ വസ്തുക്കളാണ്. അതാണ് ഇപ്പം നമ്മളെ ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് തന്നെ ചില വസ്തുക്കൾ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സാധനം തിന്നുന്ന സാധനം വേവിച്ചെടുക്കണ്ടെങ്കിൽ ഇപ്പം പച്ചരി തിന്നു കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൽ ദഹിക്കും. പക്ഷേ പച്ചരിനെ നമുക്ക് ഒന്ന് ചോറാക്കി കഴിക്കണ്ടെങ്കിൽ അടുപ്പത്തിട്ട് എത്ര നേരം തിളപ്പിക്കണം, എത്ര ടെമ്പറേച്ചർ. പക്ഷേ പച്ചരി എടുത്ത് ചവച്ചങ്ങ് കയറ്റിയാലും അതും അത് ദഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയെല്ലാം വലിയ രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ തൃഷ്ടൂപ് ഛന്ദസ്സിലൂടെയാണ് അതിനെയെല്ലാം പഠിക്കേണ്ടത്. ഇതിൽ നിന്നാണ് പകൽ ഉണ്ടാകുന്നത്. ആ പകൽ പൂർണ്ണചന്ദ്രനെ സൃഷ്ടിക്കുന്നു. ഏതുപോലെ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രനും ചന്ദ്രനും ഉണ്ടാകുന്നത് ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ ചുറ്റുമ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് ആ ചന്ദ്രൻ്റെ ബലം കൂടിയും കുറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ അകത്തുള്ള ഇലക്ട്രോണുകളുടെ പൊസിഷൻ, അല്ലെങ്കിൽ ഓർബിറ്റുകളുടെ സ്ഥാനം അനുസരിച്ചാണ് രാസപ്രവർത്തനങ്ങളെല്ലാം തീരുമാനിച്ച് കിടക്കുന്നത്. അതിലൂടെ ഇന്ദ്രിയ ബലമെല്ലാം ലഭിക്കുന്നു. കേൾക്കുവാനുള്ള ശക്തി, കാണുവാനുള്ള ശക്തിയെല്ലാം ഈ നാഡികളാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. നാഡികളിലൂടെ സിഗ്നൽ സിസ്റ്റമാണ്. ഈ നാഡികളെ സിഗ്നൽ സിസ്റ്റം ഉണ്ടാക്കുന്നതിനും നമ്മുടെ ശരീരത്തിലുള്ള രാസവസ്തുക്കളെല്ലാം തന്നെയാണ് അതിനെയെല്ലാം ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒരു രസതന്ത്രശാലയാണ് നമ്മുടെ ശരീരം. ഇതെല്ലാം വലിയൊരു സയൻസ് വിഷയമാണ്. ഇതെല്ലാം ബയോളജിയെല്ലാം പഠിച്ചവർക്ക്, ശരീരശാസ്ത്രമെല്ലാം പഠിച്ചവർക്ക്
ഇതിൻ്റെ പ്രാധാന്യം എൻസൈമുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില ഗ്രന്ഥികളുടെ നീരുകൾ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ലിക്വിഡുകൾ, കെമിക്കൽ സബ്സ്റ്റൻസുകൾ എങ്ങനെ നമ്മുടെ വ്യൂഹത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നു, നമ്മളെ ബുദ്ധിയെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്നെല്ലാം അവർക്ക് ഈ മന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വിസ്തരിച്ച് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് നമ്മൾ അറിയുന്ന വിഷയങ്ങളാണ് വിസ്തരിച്ച് പറയാൻ പറ്റുക. പക്ഷേ കെമിസ്ട്രി അറിയുന്നത് കൊണ്ട് ഇതെല്ലാമാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നിവിടെ പറഞ്ഞ് വെക്കുകയാണ്. പ്രാണനാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ സിഗ്നൽ സിസ്റ്റമാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത്. കണ്ണിൻ്റെ പ്രവർത്തനത്തെ എങ്ങനെയെല്ലാമാണെന്നെല്ലാം ഡോക്ടർമാരോ അല്ലെങ്കിൽ ശരീരശാസ്ത്രം പഠിച്ചവർ പറഞ്ഞു തരും. നമ്മൾ ആ വിഷയമല്ല പഠിച്ചത്. പക്ഷെ ഒന്നറിയാം, ഇലക്ട്രോണിക്സിലെല്ലാം സിഗ്നൽ സിസ്റ്റം തന്നെയാണ് എല്ലാ ഉപകരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിലും നാഡികളിലൂടെ ചില സിഗ്നൽ സിസ്റ്റംസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം കെമിക്കൽസുമായിട്ട് ബന്ധപ്പെട്ട സിഗ്നൽ സിസ്റ്റംസ് ആണ്. നമ്മൾ ബാറ്ററിയിലും കെമിക്കൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ തന്നെയാണ്. അതിൽ രാസവസ്തുക്കൾ ഇട്ടിട്ട് തന്നെയാണ് ബാറ്ററിയും പ്രവർത്തിക്കുന്നത്. അതായത് ഇതെല്ലാം വലിയൊരു വിഷയങ്ങൾ ചുരുക്കിയിട്ട് ഇവർ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അങ്ങനെ അതുകൊണ്ട് ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ചക്രത്തിൽ നമുക്ക് പുരോഗതി ഉണ്ടാകട്ടെ. അപ്പം നമ്മളെ ചിന്തിക്കാനുള്ള കഴിവുകൾ, നമ്മുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ എല്ലാം ശരീരത്തിലുള്ള ചില ഗ്രന്ഥികളുടെ എല്ലാം പ്രവർത്തനത്തിലൂടെയും ചില നാഡീവ്യൂഹങ്ങളുടെ പ്രവർത്തനത്തിലൂടെയും അതിലൂടെയുള്ള സിഗ്നൽ സിസ്റ്റത്തിലൂടെയെല്ലാമാണ് നടക്കുന്നത്. ഇനി 56. ആദിത്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സൂര്യൻ കിഴക്കുതിക്കുന്നുണ്ട്, പടിഞ്ഞാറ് അസ്തമിക്കുന്നുണ്ട്. അതാണ് സൂര്യനാണോ സഞ്ചരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ആരാണ്? ഭൂമിയാണ്. പക്ഷേ ഇതെല്ലാം ഏത് വിഷയത്തിലാണ് വരിക? ആസ്ട്രോണമിയിലാണ് വരിക. അപ്പം നമ്മൾ നേരത്തെ നമ്മുടെ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയം പറഞ്ഞു, ഗായത്രി ഛന്ദസ്. പിന്നെ പറഞ്ഞത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് ത്രിഷ്ടൂപ ഛന്ദസ്സിൽ പറഞ്ഞു. ഇനി ജഗതി ഛന്ദസ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവൻ ഭാവിച്ച് കിടക്കുന്നതെല്ലാമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, ആസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഭൂമി, സ്വർഗം, പാതാളം. ഭൂമിയിലെ കാര്യം ഗായത്രി, ഭൂമിക്കടിയിലുള്ളതെന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അകത്തുള്ളത്, അത് കെമിസ്ട്രി ത്രിഷ്ടൂപ് കൊണ്ടും. ഭൂമിക്ക് മുകളിലുള്ള സ്വർഗം, ഭൂമി, സ്വർഗം, പാതാളം. സ്വർഗത്തെ പറ്റി പറയുന്നത് ജഗതി ഛന്ദസ് കൊണ്ടും അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പം സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതിൻ്റെ ചക്ഷുസ് ആദിത്യ രശ്മികൾ തന്നെയാണ്. നമ്മുടെ കാഴ്ചയെല്ലാം ആ സൂര്യൻ്റെ രശ്മികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിലൂടെ മഴയെല്ലാം പെയ്യുന്നത്, ഈ നമ്മൾ ആഗ്രഹിക്കുന്ന മഴയെല്ലാം നമുക്ക് കിട്ടുന്നതും സൂര്യൻ്റെ ഈ ചലനം. അപ്പം നമ്മുടെ കാഴ്ച സൂര്യനിലൂടെയാണ്. ഈ സൂര്യൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് പ്രകാശം കിട്ടുന്നതുമെല്ലാം. മഴയെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് സൂര്യൻ്റെ ചലനം. ഓരോ സീസൺസിൽ മഴകളുണ്ടാകും. ഇവയുടെയെല്ലാം ഛന്ദസ് ഏതാണ്? ജഗതിയാണ്. അപ്പം ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ആകാശവുമായിട്ട് ബന്ധപ്പെട്ട, മഴയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിക്കേണ്ടത് ജഗതി ഛന്ദസ്സിലൂടെയാണ്. ഈ ജഗതി ഛന്ദസ്സിൽ നിന്നാണ് വേദജ്ഞാനം ഉത്ഭവിച്ചത്. ജഗതി ഛന്ദസ് എന്ന് പറഞ്ഞാൽ ജഗത്ത്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന വിഷയങ്ങൾ പഠിക്കുന്നതിൽ നിന്നാണ് വേദജ്ഞാനം ഉത്ഭവിച്ചത്. അപ്പോൾ വേദം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ 14 ലോകങ്ങളും അതിൻ്റെ അപ്പുറമുള്ള ബ്രഹ്മവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും പഠിക്കുന്ന ഗ്രന്ഥമാണ് വേദം. അതിൻ്റെ ഛന്ദസ് ജഗതിയാണ്. ആ വേദത്തിൻ്റെ പേരാണ് ഋഗ്വേദം. എന്നാൽ നമ്മുടെ കാര്യം പഠിക്കുന്നത് ഗായത്രി ഛന്ദസ്സിലാണ്. ആ വേദത്തിൻ്റെ പേരാണ് യജുർവേദം. എന്നാൽ ഭൂമിക്കടിയിലുള്ള പാതാള ലോകത്തിൻ്റെ, അതായത് കെമിസ്ട്രിയുടെ കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ത്രിഷ്ടൂപ ഛന്ദസ്. അത് കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്.
അതോടെ അങ്ങനെയാണ് വേദം എന്ന് പറയുമ്പോൾ അപ്പോൾ പ്രപഞ്ചം മുഴുവൻ അറിയാണ്. അത് ഋഗ്വേദത്തിലാണ് എല്ലാ വിഷയവും അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഋഗ്വേദത്തിലെല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളെ മാത്രം എടുത്തിട്ട് ഗായത്രി ഛന്ദസ്സിലൂടെ യജുർവേദം ഉണ്ടാക്കി. ഇനി ഇതിൻ്റെയും എല്ലാ അടിസ്ഥാനം കെമിസ്ട്രിയാണ്. ലോകം എന്ന് പറഞ്ഞാൽ ആറ്റങ്ങളെ കൊണ്ടെല്ലാം നിർമ്മിച്ച് ആ വിഷയം പഠിക്കണ്ടെങ്കിൽ നിങ്ങൾക്കിതാ പാതാള ലോകം ഇതിലേക്ക് തൃഷ്ടോപ ഛന്ദസ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ വേദമാണ് സാമവേദം. ഇപ്പം സയൻസിനെ മൂന്നായി തിരിച്ചു: പ്രപഞ്ചത്തെപ്പറ്റി, നമ്മുടെ ലോകത്തെപ്പറ്റി, സൂര്യനും ഇതുമെല്ലാം നമ്മൾ ജീവിക്കുന്ന, പിന്നെ കെമിസ്ട്രി, അത് സാമവേദം. ഇതെല്ലാം തിയറി, സയൻസ്. അതിൻ്റെ ആപ്ലിക്കേഷനാണ്, ടെക്നോളജിയാണ് അഥർവവേദം. ടെക്നോളജി. അപ്പോൾ അവിടെ എഞ്ചിനീയറിങ് കാണും, അവിടെ മെഡിസിൻ കാണും, എല്ലാം കാണും. അതുകൊണ്ട് ഇതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഇന്ന് സയൻസ് പഠിക്കുന്നതെല്ലാം തന്നെ ആ തരത്തിൽ തന്നെയാണ്, വേറൊരു തരത്തിൽ ലളിതമായിട്ട് ക്ലാസിഫൈ ചെയ്തു. അല്ലാതെ വേദം നമ്മൾ ഇങ്ങനെയൊന്നല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. വേദം എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കരമാണ്, അതിനകത്തൊന്നും കാണാൻ നമുക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകില്ല, നിങ്ങൾക്ക് മനസ്സിലാകില്ല. പറയുന്ന നമുക്കറിയെല്ലാം ചെയ്യാം, പക്ഷെ പറയാതെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. അപ്പം വേദം 3 ഉണ്ട് 4 ഉണ്ട് എന്നെല്ലാം അങ്ങ് മനസ്സിലാക്കി വെച്ച് പോയാൽ മതി. അതിൻ്റെ അകത്ത് പറഞ്ഞുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നും പറഞ്ഞിട്ട് ഇന്ന് പോകുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇതിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി അതോടുകൂടി ഈ വേദജ്ഞാനത്തിലൂടെയാണ് പുരോഗതി കൈവരിക്കുന്നത്. അതിൽ നിന്നാണ് ജീവൻ ഉത്ഭവിക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെ പ്രപഞ്ചത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. പ്രപഞ്ചമാണ് നമ്മുടെ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി 57. വടക്ക് ദിക്ക് സ്വാസ്ഥ്യ കേന്ദ്രമാണ്. അത് ശ്രോത്രങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് ചെവി, കേൾവിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വടക്ക് ദിക്കുമായിട്ട് ബന്ധപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ സിഗ്നൽ സിസ്റ്റം എല്ലാമാണ് ഉദ്ദേശിക്കുന്നത്. ശരീരത്തിൻ്റെ വടക്ക് ഭാഗവും എന്ന അർത്ഥത്തിലും എടുക്കണം. നമ്മുടെ തലച്ചോറിൽ നിന്നാണ് സിഗ്നൽ സിസ്റ്റത്തിൻ്റെ ചിന്തകളെല്ലാം പുറത്തേക്ക് വരുന്നത്. വർഷത്തോട് ചേരുന്ന ശരത്തിൻ്റെ ഛന്ദസ് അനുഷ്ഠൂപാണ്. വർഷത്തോട് ചേരുന്ന ശരത്തിൻ്റെ, ഇപ്പം മഴ പെയ്യുന്നതിനെല്ലാം വരുന്നത് ഛന്ദസ് അനുഷ്ഠൂപാണ്. ഈ രാസപ്രവർത്തനങ്ങൾ ആറ്റുമായിട്ട് ബന്ധപ്പെട്ടത് തൃഷ്ടൂപ് എന്ന് പറഞ്ഞു. പക്ഷേ ആറ്റങ്ങളിൽ നടക്കുന്ന പ്യുവർ സയൻസ്, കെമിസ്ട്രി ആക്ഷൻസ് എല്ലാം ഉണ്ടല്ലോ, പലതരം രാസപ്രവർത്തനങ്ങൾ. അതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഛന്ദസ് അനുഷ്ഠൂപാണ്. ആറ്റത്തിൻ്റെ ഘടനയിലൂടെ ആറ്റങ്ങൾ കൂടിയിട്ടാണ് എല്ലാ വസ്തുക്കളുണ്ട്. അങ്ങനെയുള്ള ആറ്റോമിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം തൃഷ്ടൂപിൽ വരുമ്പോൾ, ആറ്റം തൃഷ്ടൂപിൽ വരുമ്പോൾ, ആറ്റങ്ങൾ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ വസ്തുക്കളെല്ലാം ഉണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ എല്ലാം ആ വിഷയങ്ങൾ പറയുമ്പോൾ അനുഷ്ഠൂപ് ഛന്ദസ്സിലൂടെയാണ്. അത്തരം മന്ത്രങ്ങളെ അനുഷ്ഠൂപ് മന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. ഇതിൽ നിന്നാണ് പദാർത്ഥ മഥനം ആരംഭിക്കുന്നത്. പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത് അനുഷ്ഠൂപ് ഛന്ദസ്സിലാണ്. ആറ്റങ്ങൾ, പലതരം ആറ്റങ്ങൾ കൂടി ചേർത്തിട്ടാണ് പുതിയ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നാൽ ജലം ഉണ്ടാകും. അങ്ങനെ പദാർത്ഥ മഥനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കെമിസ്ട്രിയിൽ വരുന്നത് അനുഷ്ഠൂപ് ഛന്ദസ്സിലൂടെ. ഇതിൽ നിന്നും 21 ശാസ്ത്രങ്ങൾ ജനിക്കുന്നുണ്ട്. അങ്ങനെ കെമിസ്ട്രിക്ക് 21 തരം ശാഖകൾ, വേദങ്ങൾ വെച്ച് നമ്മൾ തന്നെ കെമിസ്ട്രീനെ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻഓർഗാനിക്, ഓർഗാനിക്, ഫിസിക്കൽ, ഇങ്ങനെയെല്ലാം പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇവർ ഇതിനെ 21 തരമായിട്ട് മാറ്റിയിട്ടാണ് പറയുന്നത്. ഇത് ശോധിതങ്ങളാണ്, സാമവേദങ്ങൾ. സാമവേദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, സാമവേദത്തിലുള്ളത് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ചെവിയായിട്ട് ചൊല്ലിക്കൊണ്ടു പോകുന്ന തരത്തിലാണത് ഉണ്ടാക്കിയിരിക്കുന്നത്, സാമവേദം.
പ്രപഞ്ച സൃഷ്ടാവെല്ലാം ഇതിൻ്റെ മിത്രമായിട്ട് ആക്ട് ചെയ്യുകയാണ്. പ്രപഞ്ചം ഉണ്ടായത് തന്നെ ഏതിൽ നിന്നാണ്? ഈ സാമവേദത്തിൽ നിന്നാണ്. പ്രപഞ്ചം മുഴുവൻ ഉണ്ടായിരിക്കുന്ന പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ ഗായത്രിയിലാണ് പറയേണ്ടതെങ്കിലും അതിലുള്ള പ്രപഞ്ചമുണ്ടായിരിക്കുന്നതും ഈ രാസവസ്തുക്കൾ കൂടി ചേർന്നിട്ടാണല്ലോ, കല്ലും മണ്ണും എല്ലാം കൂടിയിട്ടാണല്ലോ. അപ്പം അതിൻ്റെ പ്രപഞ്ചം സൃഷ്ടിച്ചതും ആ ഗായത്രി ഈ സാമവേദവും കൂടിയാണ്. അതാണ് മിത്രമാണ് എന്ന് പറഞ്ഞത്. പ്രജകൾക്ക് വേണ്ടി ഈ വാക്യങ്ങൾ സ്വീകരിക്കുക. അപ്പം വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രതത്വങ്ങളെ ശരിക്കും മനസ്സിലാക്കുക ബുദ്ധിയുള്ളവർ. ഈ അടിസ്ഥാനത്തിൽ ഛന്ദസ്സുകളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് സയൻസ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ പ്രജകൾക്ക്, ജനങ്ങൾക്ക് ഗുണം കിട്ടും. അത് വിദ്വാൻമാർ അതാണ് ചെയ്യേണ്ടത്, അല്ലാതെ ഉരുവിട്ട് നടക്കുകയല്ല. ഇനി 58, ഏറ്റവും വിശിഷ്ടമായത് ബുദ്ധിയാണെന്ന് പ്രജകൾ അറിയണം. അപ്പം ജനങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യന് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് ബുദ്ധിയാണ്. ഇന്നത്തെ ആത്മീയവാദികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത, ബുദ്ധി വേണ്ട, സയൻസ് ഒന്നും വേണ്ട, എല്ലാം കളഞ്ഞിട്ട് മണ്ടന്മാരായിട്ട് ആരെങ്കിലും പറയുന്നത് കേട്ട് കിടക്കുന്ന അവസ്ഥയിലേക്ക് അതപ്പതിച്ചിട്ടുണ്ട്. എന്തെങ്കിലും വായിക്കുമെന്ന് എല്ലാം പറഞ്ഞു വെച്ചിട്ട് സാധാരണ പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിക്കുക. ആ ബുദ്ധിമാന്മാർ പറയുന്നതൊന്നും കേൾക്കരുത്, അതല്ല അവർക്ക് സയൻസ് ആയിട്ട് പറഞ്ഞത്, ഇതൊക്കെ വേറെ എന്തെല്ലോ സാധനങ്ങളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണ്, മണ്ടന്മാരാക്കിയിരിക്കുകയാണ്. പക്ഷേ വേദം പറയുന്നു ഏറ്റവും വിശിഷ്ടമായത് ബുദ്ധിയാണെന്ന് 58 പറയുന്നു. അത് പ്രജകൾ അറിയണം. അപ്പം പ്രജകള് ഇത്തരം വായിക്കുന്നൊന്ന് വിളിച്ചു പറയുന്നവരുടെ അല്ല പോകേണ്ടത്, പഠിച്ച് ജ്ഞാനം നേടിയ ആൾക്കാരുടെ പിന്നാലെ പ്രജകൾ പോകണം. എന്നാലേ നാട് പുരോഗമിക്കുകയുള്ളൂ. അല്ലാതെ വേദമെന്നും പറഞ്ഞിട്ട് വായിക്കു തോന്നുന്ന അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നവരുടെ പിന്നാലെ പ്രജകൾ പോകരുത്. ഏറ്റവും വിശിഷ്ടമായത് ബുദ്ധിയാണെന്ന് പ്രജകൾ അറിയണം. ഈ മേധാശക്തിയിൽ നിന്നാണ് വാക്കെല്ലാം ഉത്ഭവിക്കുന്നത്. അങ്ങനെ ചിന്തകരായ മനുഷ്യരിൽ നിന്നാണ് വാക്കുകൾ, ശാസ്ത്രങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നത്. ഇതിൽ നിന്നാണ് ഏമന്തം ജനിക്കുന്നത്, ആ സീസൺ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു സുന്ദരമായ ലോകം ഈ ചിന്തകരായ മനുഷ്യരിലൂടെയാണ്, ശാസ്ത്രജ്ഞന്മാരുടെയെല്ലാമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിൻ്റെ പങ്ക്തിയാണ് ഇതിൻ്റെ ഛന്ദസ്. അങ്ങനെയുള്ള ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട, ശാസ്ത്രചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട, ബുദ്ധിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന വിഷയങ്ങൾ പറയുന്ന ഛന്ദസ്സാണ് പങ്ക്തി. ഛന്ദസ്സുകളെ പരിചയപ്പെടുത്തുകയാണ്. സാമധാനമായ നിധന്വാദ് എന്ന ശക്വരി ഉണ്ടാകുന്നു. അതെല്ലാം സാമവേദത്തിലൂടെ തന്നെയാണ്. സാമവേദം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലൂടെ തന്നെയാണ് ശാസ്ത്രം പുരോഗമിക്കുന്നത്. നമ്മളെ പുതിയ പുതിയ മെഡിസിനെല്ലാം ഉണ്ടാക്കുന്നതെല്ലാം കെമിസ്ട്രിയിൽ നിന്നാണ്. വലിയ യുദ്ധോപകരണങ്ങളെല്ലാം ഉണ്ടാക്കുന്ന കെമിസ്ട്രിയിൽ നിന്നാണ്. നമുക്കിന്നറിയാം ഇലക്ട്രോണിക്സിൻ്റെ എല്ലാം ഏറ്റവും അടിസ്ഥാന വസ്തു എന്താണ്? ആ മണ്ണാണ്, കെമിക്കലാണ്, മണ്ണാണ്. ഇത് കരിമണൽ, കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത്. ഇതാണ് ജ്ഞാനശക്തി എന്നറിയണം. അപ്പം ശാസ്ത്രം കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ബുദ്ധി പ്രവർത്തിച്ചിട്ട് ഇതാണ് ജ്ഞാനശക്തി എന്നറിയണം. ഇതിലാണ് എല്ലാ പ്രാണികളും കൂട്ടിക്കൊള്ളുന്നത്. എല്ലാ പ്രാണികളും കെമിസ്ട്രിയിലൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ തത്വം മനസ്സിലാക്കിയിട്ടാണ്, കെമിസ്ട്രിയിൽ നിന്നാണ് പ്രാണികൾ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കളവെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജീൻ എടുത്തിട്ട് പരിശോധിച്ചിട്ടാണ് ആളെ തിരിച്ചറിയുന്നത്. അപ്പോൾ എല്ലാ ജീവികളുടെയും അടിസ്ഥാനം എവിടെ കിടക്കുകയാണ്? ആ ജീനിൽ കിടക്കുകയാണ്. അത് ഏതിൽ പെടുകയാണ്? കെമിസ്ട്രിയിൽ പെടുകയാണ്. അപ്പം എല്ലാ പ്രാണികളും കുടികൊള്ളുന്നത് ഇതിലാണ്. ഇതിൽ നിന്നും 12, 33 തരത്തിലുള്ള സാമശക്തി രൈവതങ്ങളും ഉണ്ടാകുന്നു. അത് പിന്നെ അതിൻ്റെ വരെ ക്ലാസിഫിക്കേഷനാണ്. ഇതിൽ നിന്നും 12, 33 ഈ തരത്തിൽ ഈ ശാഖകൾ സയൻസ് വിഘടിച്ച് വരുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ ബ്രാഞ്ചുകളാണ് നേരത്തെ പറഞ്ഞ മാതിരി പങ്ക്തിയിൽ വരുന്നത്.
പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വിശ്വകർമാവ് ചഞ്ചലനല്ല. ഇതെല്ലാം ജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പ്രപഞ്ചം വിശ്വകർമാവ് എന്ന എഞ്ചിനീയർ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിലെ സന്താനങ്ങളുടെ വർധനവും വംശപരമ്പര മഹിമകളും എല്ലാം ഈ വേദവാക്കുകളെ, പ്രജാപതി അനുഗ്രഹിച്ച ഈ വേദവാക്കുകളെ സ്വീകരിച്ചാലും, അപ്പോൾ ലോകത്തിലുള്ള എല്ലാ തരം ആൾക്കാരുകളും ജീവജാലങ്ങളും എന്തു സ്വീകരിക്കണം? വേദം പറയുന്ന ഈ വാക്കുകൾ സ്വീകരിക്കണം. കാരണം വേദം പ്രപഞ്ചത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് വേദത്തിലുള്ളത്. അത് ഈ ലോകത്തിലുള്ള എല്ലാവരും, അത് പ്രജാപതി അനുഗ്രഹിച്ച് നൽകിയതാണ് വേദങ്ങൾ. അവയെ എല്ലാവരും സ്വീകരിക്കുക. വേദത്തിലാണ് എല്ലാ പ്രപഞ്ചം 3 ലോകത്തിൻ്റെയും വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 13-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്.